ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ രാഹുലും അഞ്ജുവും കൂടി മൃദുലിൻ്റെ വീട്ടിലേക്ക് തൽക്കാലം ഇപ്പോൾ പോവാം. അതിനുശേഷം തന്നെ വയനാട്ടിൽ നിന്ന് വർഷയും വിവേകും തിരിച്ചു വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഒന്നും അറിയാത്തവരെ പോലെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഒരു കാര്യം ചെയ്യും, മൃദുലിൻ്റെ വീട്ടിൽ രാഹുൽ നിന്നോ, എന്നിട്ട് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്താൽ മതിയല്ലോ. ഞാൻ മൃദുലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് പറയുന്നു. പിന്നീട് രാഹുലും വർഷയും കൂടിയും വയനാട്ടിലേക്ക് പോകുന്നതുണ്ട് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ തനിക്ക് ജ്യൂസോ കരുക്കും വെള്ളമോ എന്തെങ്കിലും വേണോടോ എന്ന് പറയുമ്പോഴത്തേനും എനിക്കൊന്നും വേണ്ട രാഹുൽ, എന്താ എന്നോട് പറയാൻ മടിയാണോ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ വിവേക് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിലോ, എനിക്കൊന്ന് വെറുതെ വിട്ടാൽ മതി, തന്നെ ഞാൻ നന്നായി സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പ്രണയം താൻ മനസ്സിലാക്കുന്നില്ല, താൻ ഒരു കാര്യം മനസ്സിലാക്കണം, താൻ എപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കുക ആണ് എപ്പോഴും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ വന്നവരുടെ കൂട്ടത്തിലെല്ലാം തന്നെ ഞാനാണ് പുറകിൽ എന്നൊരു തോന്നലാണ് തനിക്ക്, ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിലോ, എന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ രണ്ടാനച്ഛനെയും അതുപോലെ തന്നെ ആ ചന്ദ്രദാസിനെയും ഏൽപ്പിക്കാനാണോ? അതൊന്നും അല്ലടോ, തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, തൻ്റെ കൂട്ടിൽ ഞാനൊരാളായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് സഹിക്കില്ലടോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ വരാൻ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പറയുമ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ ആ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലടോ, ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാണ്, തനിക്കത് മനസ്സിലായില്ല ഇതുവരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടും അങ്കിതിനെയാണ് കാണിക്കുന്നത്. അങ്കിതാണെങ്കിലോ വിവേകിനെ വിളിച്ചിട്ട്, എന്തായടാ പോയ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്, രണ്ടാളും കൂടിയും പരസ്പരം സ്നേഹത്തോടു കൂടി തന്നെയല്ലേ യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഈ അടങ്ങിയ സംസാരം ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മാത്രമല്ല നിന്നെ ഇപ്പം ഞാൻ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ തിരിച്ച് നീ ഒന്നും പറയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് വെച്ചിട്ട് പോ. എന്താ ശിവ വന്നോ? അവളിപ്പോൾ വരും, ഞാൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ യാത്ര നടക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. വർഷയാണെങ്കിൽ വിവേകിനോട് ചോദിക്കുന്നുണ്ട്, യാത്രയെക്കുറിച്ച് ഫ്രണ്ടിനോട് നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. അങ്ങനെ ശിവ വരുന്നുണ്ട്. ശിവയോട് ഒരു വെൽക്കം ഒക്കെ പറഞ്ഞതിന് ശേഷം ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്കിത്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ എന്തിനെങ്കിലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. അതിനൊരു അവസരം ശിവയായിട്ട് എനിക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ശിവനന്ദയ്ക്കുള്ളതാണെന്നും പറയുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഒരു ചെറിയൊരു ചാനൽ വഴി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ആ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വലിയൊരു സംരംഭമാക്കി എടുക്കാനായിട്ട് അത് സാധിക്കുമെന്ന് എനിക്കറിയാം. മാത്രമല്ല ഇതിൻ്റെ എല്ലാം പുറകിൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ വലിയൊരു ജേർണലിസ്റ്റായിരുന്നു, മരിക്കുന്നത് വരെ സത്യസന്ധതയ്ക്ക് മാത്രമേ എൻ്റെ അച്ഛൻ നിന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവയുടെ അമ്മയും എൻ്റെ ബാക്ക് ബോൺ ആണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും ശിവനന്ദ എന്ന് വിളിക്കുന്നില്ലല്ലോ, ശിവ എന്നല്ലേ വിളിക്കുന്നത്, എന്നെ അടുപ്പമുള്ളവരെല്ലാവരും ശിവ എന്നാണ് വിളിക്കുന്നത്, എന്നാൽ ആ കൂട്ടത്തിൽ ഞാനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് വിവേകാണെങ്കിലോ വയനാട് ചുരം കയറിയിരിക്കുകയാണ്. അതിനുശേഷം തന്നെ നല്ലൊരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്. ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് വർഷയ്ക്ക് അത് വേദനയുള്ള അനുഭവങ്ങളാണ്. തൻ്റെ അമ്മയും അനിയത്തിയും തൻ്റെ പ്രിയപ്പെട്ടവനെയെല്ലാം നഷ്ടപ്പെട്ടതാണ് അവിടെ. അതിനുശേഷം തന്നെ താനിങ്ങോട്ട് ഇറങ്ങടോ, എന്ത് രസമാണ്, നല്ല തണുപ്പല്ലേ, വയനാട്ടിൽ താമസിച്ചിട്ട് ഈ തണുപ്പൊക്കെ തനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലേ, ഇറങ്ങി വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. ആ സമയത്ത് എല്ലാം ഓർത്ത് വിഷമിക്കുകയാണ് കേട്ടോ വർഷ. എന്തിനാണോ താൻ കരയുന്നത്, വിവേകിന് ഇതിന് സൗന്ദര്യമുള്ളൊരു കാഴ്ചയാണിപ്പോൾ, പക്ഷേ ഇതെല്ലാം തന്നെ എനിക്ക് വേദനയേറിയ സംഭവങ്ങളാണ്, എൻ്റെ അമ്മയും അനിയത്തിയും എല്ലാം തന്നെ നഷ്ടപ്പെടുത്തിയ ഭൂമിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇനി എനിക്ക് അവരെ തിരിച്ചു കിട്ടില്ലല്ലോ ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് വിവേകാണെങ്കിൽ വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, സന്തോഷങ്ങളെല്ലാം, പക്ഷേ അത് ഇരട്ടിയായിട്ട് തനിക്ക് ഞാൻ തിരിച്ചു തരുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാടോ, ഇത് സത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞതാണ്, തനിക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായില്ലേ, തൻ്റെ കൂടെ ഞാനുണ്ടാവും ജീവൻ കളഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ വിവേക്. ഈ വാക്കുകൾ കേൾക്കുന്ന വർഷയ്ക്ക് വിവേകിനോട് ഉള്ളിൽ നിന്നൊരു പ്രണയം തോന്നുന്നുണ്ട് കേട്ടോ.
തന്നെ ഈ ഒരു അവസ്ഥയിലും ചേർത്ത് പിടിക്കാൻ വിവേകിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം തന്നെ സംരക്ഷിക്കാനും വിവേകിന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട്. വിവേക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്നു. ആ സമയത്ത് ശിവ വിളിക്കുന്നുണ്ട് വിവേകിനെ. എന്നിട്ട് ഒരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. എല്ലാം സക്സസ് ആയി വിവേക്. എന്തായാലും ആ പ്രോജക്റ്റ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്കിതിനെ കണ്ട് തിരിച്ചു വരികയാണ് ഞാൻ. വിവേകാണ് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. ശിവയുടെ പെർഫോമൻസ് കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ അവൾമാരോടൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്നു. ശരി ശിവ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ വർഷയും വിവേകും തിരിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രദാസിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരാൾ വന്നിട്ട് അവർ ചുരം കയറിയിട്ടുണ്ടെങ്കിൽ എത്താനുള്ള സമയമായല്ലോ. ആരായിരിക്കും ഡ്രൈവർക്ക് ഇവിടെ വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ എത്തുന്നത്. ഒന്നുകിൽ ആ ഒരു ഹൗസ് ഓണറുടെ മകനായിട്ടുള്ള വിവേക്, അല്ലെങ്കിൽ ആ വിക്രം സാറിൻ്റെ മകനായിട്ടുള്ള രാഹുൽ. ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കും. എന്തായാലും അവൾ ഇങ്ങോട്ട് കയറട്ടെ, പിന്നെ അവൾ തിരിച്ചിറങ്ങില്ല. അത് ഞാൻ തന്നിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും വിളിക്കണം. ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മണ്ണിൽ നമ്മൾ തന്നെ മതിയെന്ന് പറയാം കേട്ടോ. അതിനുശേഷം തന്നെ രാഹുലിനെയും അതുപോലെ അഞ്ജുനെയും മൃദുലിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എടാ, ഈ ഒരു അവസരം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേനും നിൻ്റെ വീടിൻ്റെ ചാവിയുണ്ടോ കയ്യിലെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കയ്യിൽ കരുതുന്നുണ്ടല്ലോ. പിന്നെ നാളെ എൻ്റെ ഭാര്യയും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേനും മാറിത്തരണം. വയനാട്ടിൽ നിന്ന് അവർ തിരിച്ചു വന്ന ഉടനെ ഞങ്ങൾ പൊയ്ക്കോളാം. ഞാൻ തിരിച്ച് വർഷയുടെ കൂടെ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ ആയല്ലേ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല മൃദുൽ. കാരണം ഇപ്പോൾ തന്നെ രാഹുലിൻ്റെ വീട്ടിലെനിക്ക് രാഹുലിൻ്റെ ഭാര്യയായിട്ട് കയറി ചെല്ലാൻ സാധിച്ചു. അതിൻ്റെ വലിയ ഭാഗ്യം. ഹരിതയെല്ലാം അറിഞ്ഞല്ലോ. സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ 2 ഗുണ്ടകൾ വന്നിട്ട് വിക്രം സാറിൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേന് അവനെ പിടിച്ച് തല്ലുന്നുണ്ട്. ആ സമയത്ത് തന്നെ പോലീസിനെ അറിയിക്കട്ടെ എന്ന് രാഹുൽ തീരുമാനിക്കുന്നു. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മൃദുൽ അവരെ പറഞ്ഞയച്ചു വിടുന്നു കേട്ടോ. ഏതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാവെന്ന് പറയുന്നുണ്ട്. പിന്നീട് ശിവയാണെങ്കിൽ വസുന്ധരയെ കാണാൻ വേണ്ടി വരുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇനി ഒട്ടും വഴിച്ചൂടെ മോളെ, വിവേകിനോട് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. വിവേകിനും മോളുമായിട്ടുള്ള കല്യാണം ഉടനെ തന്നെ നടത്തണം എന്ന രീതിയിലൊക്കെ ആയിട്ടോ പറച്ചിൽ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.